കഴിഞ്ഞ ദിവസം നല്ല എ ക്ലാസ് പണി പറഞ്ഞ് കിട്ടിയായിരുന്നു കേട്ടാ. നമ്മുടെ ഈ സ്റ്റാൻഡിൻ്റെ അടിയിലിരിക്കുന്ന ഫ്രെയിം തുരുമ്പ് പിടിച്ചിട്ട് 2 അക്വേറിയം താഴെ പൊട്ടിയായിരുന്നു. അത്യാവശ്യം മീനും പോയായിരുന്നു. നമ്മുടെ ഫോൺ പോയിരുന്നുകൊണ്ട് പിന്നെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ഇപ്പോൾ എന്തായാലും കോൺക്രീറ്റ് ഒക്കെ ചെയ്താൽ അടിപൊളിയാക്കിയിട്ടാ. അപ്പോൾ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണം. ഈ പറഞ്ഞ തുരുമ്പൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ പെയിൻറ്റ് അടിക്കാറുണ്ട്, എന്നാലും അതിൻ്റെ അടിയിൽ തുരുമ്പ് പിടിച്ച് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ എന്തായാലും അതിലേക്ക് ഇനി ഡിസ്പ്ലേയിലേക്ക് നമുക്ക് മീൻ ഇടേണ്ട. കുഞ്ഞുങ്ങളാകുമ്പോൾ പ്ലാസ്റ്റിക്കിൻ്റെ പാത്രത്തിലിട്ട് വലുതാക്കിയിട്ടാണ് തിരിച്ച് ടാങ്കിലേക്ക് കൊണ്ടുവന്നിരുന്നത്. ഇതൊരു പുതിയ ഐറ്റം ഉണ്ട്. ഇത് യെല്ലോ മുസൈക്കിൽ ലെപ്പേഡ് എന്ന് പറഞ്ഞ ഐറ്റമാണ്. അടിപൊളി ഐറ്റം ഉണ്ടാ. അതിൻ്റെ മെയിലിനെ കാണാൻ നല്ല ഭംഗിയാണ്. അതായത് ഇത് വേറൊരു ഐറ്റമാണ്. ആൽബിനോ ഓറഞ്ച് എന്ന് പറഞ്ഞൊരു പുതിയ ഐറ്റമാണ്. എല്ലാത്തിൻ്റെയും വീഡിയോ ഒന്നും എടുക്കണില്ല കേട്ടോ, കുറച്ച് ചുമ്മാ എടുത്താണ്. കാരണം എല്ലാത്തിൻ്റെ ഒരുപാട് നമ്മുടെ അടുത്ത് വെറൈറ്റികളുണ്ട്. അപ്പോൾ ജസ്റ്റ് വെറുതെ എന്തായാലും നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിച്ച 1-2 വീഡിയോ മാത്രം ഞാൻ എടുത്താണ്. അപ്പോൾ കുറേ ദിവസം നമ്മൾ ഹാംസ്റ്ററിൻ്റെ ഒക്കെ പുറകെ ആയതുകൊണ്ട് നമ്മുടെ ഗപ്പി ഫാമിലെ വീഡിയോ നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഇന്നൊരു വീഡിയോ ചെയ്താണ്. നമുക്ക് ഗപ്പി ഫാം തന്നെ ഉണ്ട് മെയിൻ. ഹാംസ്റ്ററൊക്കെ നമ്മുടെ കയ്യിലുണ്ട്, ഗ്ലൈഡർ ഹാംസ്റ്ററൊക്കെ ഉണ്ട്. എന്നാലും ഗപ്പി ഫാമാണ് നമ്മൾ അത്ര ഇഷ്ടപ്പെട്ട് ചെയ്യുന്ന പരിപാടി. അപ്പോൾ ഇത് നമ്മുടെ ലെപ്പേഡ് പഴയ ഐറ്റമാണ്. ഇപ്പോൾ രണ്ടാമത് തിരിച്ചു വന്നേക്കുന്ന ഐറ്റമാണ് ലെപ്പേഡ് എന്ന് പറഞ്ഞത്. അത് നല്ല അടിപൊളി വെറൈറ്റി ആണ് കേട്ടോ. അപ്പോൾ ക്ലീനിങ് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കും. ഒരറ്റം തൊട്ട് ക്ലീൻ ചെയ്ത് അപ്പുറത്താകുമ്പോഴത്തേനും രണ്ടാമതാവും. അപ്പോൾ ഒരുമാതിരി ഇപ്പോൾ എല്ലാ ടാങ്കും ക്ലീൻ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഡിസ്പ്ലേ ഒക്കെ അത്യാവശ്യം നല്ല ഭംഗിയായിട്ട് കിടപ്പുണ്ട്. അപ്പോൾ ഫാമിലിയൊക്കെ പോരട്ടാ. ഇതുപോലത്തെ പാത്രത്തിലാണ് നമ്മൾ കുഞ്ഞുങ്ങളൊക്കെ ഇട്ട് വലുതാക്കണം കേട്ടോ. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഫ്രിഡ്ജ് ബോക്സിലോട്ടും അക്വേറിയത്തിലോട്ടൊക്കെ മാറ്റണത്. അപ്പോൾ അതേ ഫാമിൻ്റെ അകമൊക്കെ നമ്മൾ അത്യാവശ്യം നല്ല ഭംഗിയാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതേപോലത്തെ ഫ്രെയിമിലൊക്കെ നിങ്ങൾ അക്വേറിയം വെച്ചിട്ടുണ്ടെങ്കിൽ ഇടയ്ക്ക് നോക്കുന്നതല്ല കേട്ടോ. തുരുമ്പണ്ട കാര്യങ്ങളുണ്ടാകും. നമ്മൾ അക്വേറിയം ഇരിക്കണോണ്ട് ആ ഭാഗം നമ്മൾ നോക്കൂല. ചെറിയ നനവൊക്കെ ഉണ്ടെങ്കിലും അവിടെ തുരുമ്പ് പിടിച്ചിട്ട് തൊടിഞ്ഞു വീഴാൻ വഴിയുണ്ട്. അപ്പോൾ എന്തായാലും ആരും ഇല്ലാത്തപ്പോൾ വീണുകൊണ്ട് ആരുടെ മേത്തോട്ടൊന്നും വീണില്ലായിരുന്നു. അതേതായാലും ഭാഗ്യമായി. മീനും അക്വേറിയോ പോയുള്ളൂ. അത് സമാധാനമുള്ള കാര്യമാണ്. അപ്പോൾ നമ്മൾ ടാങ്കൊക്കെ കഴുകാൻ നേരത്തെ ഇടയ്ക്ക് ആ ഫ്രെയിമൊക്കെ ഒന്ന് മുട്ടിയൊക്കെ നോക്കണം, നല്ലതാണ് കേട്ടോ. അപ്പോൾ ഇതേപോലത്തെ അടിപൊളി വീഡിയോസാണ് നമ്മുടെ ഫാമിൻ്റെ പേജ് ഫോളോ ചെയ്ത് കൂടെ കൂടിക്കോട്ടാ.